ഹലോ ഗായ്സ്, എൻ്റെ പേര് എഡ്വിൻ. അപ്പം നമ്മളിന്ന് ഒരു പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്പിറേഷൻ സുധിച്ചേട്ടനാണ്. അപ്പോൾ ഒട്ടും ലാടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു വില്ലേജിലാണ്. ഇത് റാൻഡം വില്ലേജൊന്നും അല്ല, ഞാൻ മനഃപൂർവ്വം എടുത്ത വില്ലേജാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതായത് കുറച്ച് പേരായിരിക്കും ഈ ബോണസ് ടെസ്റ്റ് ഇനേബിൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇനേബിൾ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഫ്രീ ആയിട്ട് ഇടുന്ന സാധനമല്ലേ, വെറുതെ കളയണ്ട. എനിക്ക് ലക്ക് കണ്ട ഒരു സ്റ്റോൺ പിക്കാക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ് എനിക്ക്. എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? ഇതേ ഞാൻ പോക്കറ്റ് മറ്റേ മാറ്റിയിട്ട് ക്ലാസ്സിക്കിലോട്ട് ഇട്ടിരിക്കുക. എന്നാലും വീഡിയോ കൂടി സുഖം തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ഫോണിൽ മടുപ്പായിരിക്കും. അപ്പം എൻ്റെ ഫിംഗർ ഇത്തിരി പാടുണ്ട് എടുക്കാൻ, അതാണ് സീൻ. അങ്ങനെ ഈ വീഡിയോ നല്ല ഒരു ലെങ്ത് കാണും ഈ വീഡിയോയ്ക്ക്, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഡിസ്ലൈക്ക് അടിച്ചു. പിന്നെ എനിക്ക് വലിയ യൂട്യൂബർ എല്ലാം ഒരു ലൈക്ക് ടാർജറ്റൊക്കെ വെക്കുന്നുണ്ട്. എൻ്റെ ലൈക്ക് ടാർജറ്റ് ഒരു 100 ഗൈസ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് എത്തിക്കുക ഗൈസ്. നമുക്ക് അക്വേഷ്യോ സാപ്ലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? ലാസ്റ്റ് ഈ ടോർച്ചും പിന്നെ നമ്മുടെ ഇതൊക്കെ വെറുതെ കിട്ടത്തില്ല ഗൈസ്. ടോർച്ചും പിന്നെ എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഈ ചെസ്റ്റും ടോർച്ചൊക്കെ നമുക്ക് പിന്നെ വെറുതെ കിട്ടും. നമ്മളെന്തായാലും എടുക്കാൻ പോകില്ല. പിന്നെ ഇപ്പോൾ നമ്മളൊരു വീട് വെച്ച് നോർത്തോ, നമ്മുടെ അടുത്ത് കോളില്ല, ടോർച്ച് പണിയാൻ കോളില്ല, പിന്നെ സ്റ്റിക്കും ഇല്ല. അപ്പോൾ നമുക്കൊരു ടോർച്ച് വേണം, ഒന്നല്ലെങ്കിൽ ഒരു 3 ടോർച്ചെങ്കിലും വേണം ഒരു വീടിനകത്ത് വെക്കാൻ. അപ്പോഴേ എനിക്കൊരു സ്പ്ലിറ്റ് കൺട്രോൾസിൽ അത്ര കളിച്ച് വശമില്ല, അതുകൊണ്ട് ഞാൻ അത് ഓഫ് ചെയ്യുവാണ്. പക്ഷേ ലുക്ക് വരുന്നത് സ്പ്ലിറ്റ് കൺട്രോൾസിനാണ്. അപ്പോൾ എനിക്ക് ആ ഒരു എന്താ പറയുക, ഞാൻ എപ്പോഴും സാധാ ഒരു ഇതിലാണ് കളിക്കുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് കൺട്രോൾസ് ഞാൻ കളിച്ച് വശമില്ലാത്തതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ സ്പ്ലിറ്റ് കൺട്രോൾസ് കളിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഈ വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു സ്മിത്തിൻ്റെ വീടുണ്ട് ഈ വില്ലേജിൽ. അത് എവിടെയാണ് ആദ്യം എഴുതുന്നത്? ഈ സ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പൊതുവെ സ്മിത്തിൻ്റെ വീട്ടിൽ നല്ല ലൂട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് നേരെ സ്മിത്തിൻ്റെ വീട്ടിൽ കയറാം. സ്മിത്തിൻ്റെ വീട് ജസ്റ്റ് ഉണ്ട്. ഇതാണ് എനിക്ക് വേണ്ടത്, ഡയമണ്ട്സ്. ഇപ്പം 6 ഡയമണ്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, അത് നമുക്ക് ഇടാം. പിന്നെ ആപ്പിളും 4 കിട്ടിയിട്ടുണ്ട്. ഒരു ആപ്പിളും കൂടെ എങ്ങനെയും ഒപ്പിക്കണം. പിന്നെ ഈ സംഭവമില്ല, ഇത് ഞാൻ കുതിരയുടെ ദേഹത്ത് ഇടാൻ നോക്കി, പക്ഷെ എനിക്ക് നടന്നില്ല കുതിരയുടെ ദേഹത്ത്. അത് എന്താണ് നോക്കണം. പിന്നെ നമുക്ക് ഇവിടെ നമ്മളൊരു റൂറൽ നെതർ പോർട്ടൽ അങ്ങനെ എന്തോ പറയത്തില്ലേ ഗൈസ്? ഞാൻ എന്തായാലും മലയാള ഭാഷയിൽ പറയാം. പണിതുകൊണ്ടിരിക്കുന്ന ഒരു നെതർ പോർട്ടലുണ്ട്. നെതർ പോർട്ടൽ. പിന്നെ ഈ വില്ലേജിൽ ഏതൊരു ക്ലേ ഹൗസിൽ താഴെത്താട്ടിങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ലൈബ്രറിയും പിന്നെ എൻ്റർ പോർട്ടലിൻ്റെ തൊട്ട് പോകുന്ന സംഭവമൊക്കെ ഉണ്ട്. അത് ഏത് ക്ലേ ഹൗസ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇതാണ് നെതർ പോർട്ടലിൻ്റെ ഇവിടെ താഴെ നെതർ റാക്കും പിന്നെ ഗ്ലോ സ്റ്റോൺ ആണോ? അല്ലല്ലോ, ഗ്ലോ സ്റ്റോൺ അല്ലേ, അല്ല, ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റിനകത്തൊരു ഫ്ലിൻ്റ് ഉണ്ട്. ഒരു ഫ്ലിൻ്റ് മതി. പിന്നെ ഒരു ഹെൽമെറ്റ്, കുറച്ച് ഗോൾഡൻ ക്യാരറ്റ്, ഒരു ക്ലോക്ക്. ഒരു കാര്യം പറഞ്ഞുതരാം, ഈ ക്ലോക്ക് ആക്ച്വലി കൈ പിടിച്ചാണോ നോക്കുന്നത്? ഞാൻ ഒരു വീടിൻ്റെ അകത്ത് വെക്കാൻ നോക്കി, എന്തുമാത്രം വെട്ടം നോക്കിയെന്നറിയാമോ? സീക്ക് ചെയ്യാതെ നോക്കി, നടക്കണില്ല. ഇനി നമുക്ക് ദാനധർമ്മ നടത്താം. ദാനധർമ്മ ഇവിടെ ഇരിക്കട്ടെ, അവിടെ കയറത്തില്ലടേ. എനിക്ക് ഇവനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തേക്കാം. ഡ്രോപ്പ് ആകടേ. ഈ ഫോണിൽ നല്ല മുറ്റിലാകുണ്ട്, മുറ്റിലാഗ്. ഇത് എടുത്തിട്ട് ഇപ്പോൾ 7 വർഷമായി ഈ ഫോൺ. അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിനക്കിത് വേണ്ട കേട്ടാടോ വില്ലേജറെ. ഇത് ഫാർമറിൻ്റെ ഹൗസാന്ന് തോന്നുന്നു, നോക്കട്ടെ. അത് തന്നെ, ഒരു ബ്രെഡ് മാത്രമേ ഞാൻ നിൻ്റെ വീട്ടിൽ നിൽക്കുന്നുള്ളൂ കേട്ടാടാ. 8 എണ്ണമായി. നീ കട്ടിൽ ഇതെനിക്ക് വേണം, ഇത് ഞാനിങ്ങ് എടുക്കുക. മറം. ഓക്കെ, ഇവിടെ ഒരു കോളുണ്ട്, അത് ഞാൻ കണ്ട്.
നമുക്കൊരു വില്ലേജ് ഇപ്പം പൊസിഷൻ 200 അടിച്ച് 150 ബ്ലോക്കിന് അപ്പുറത്ത് നമുക്ക് താമസിക്കാം. ഇവനൊക്കെ ഇവിടെ പോകണം. ഞാൻ വില്ലേജറിന് പഠിക്കുന്നില്ല. അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള വില്ലേജറിനെല്ലാം ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് പിന്നെ ട്രേഡിങ്ങിലാവുമ്പോൾ നല്ല വില കൂട്ടും. വില്ലേജ് ഇവിടെ നോക്കട്ടെ. പോലെ എന്തിനാണ് ഞാൻ 150 ബ്ലോക്ക് ദൂരെ കൊണ്ട് വീട് വെക്കുന്നതെന്ന് പറയുവാണെങ്കിൽ, ഇതൊരു ചെറിയൊരു ബേസാണ്. പിന്നെ ഞാനത് അപ്ഗ്രേഡ് ചെയ്യും. അപ്ഗ്രേഡ് ചെയ്യുന്ന ചിലപ്പോഴേ നിങ്ങളെ കാണിക്കത്തുള്ളൂ. കാരണം എല്ലാം കൂടെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വീഡിയോ നല്ല ശരിക്കും ബോറിംഗ് ആവും. അതുകൊണ്ട് ഞാനിപ്പോൾ 150 ബ്ലോക്കിന് എടുത്തുകൊണ്ട് വെക്കുമെന്ന് പറയുവാണെങ്കിൽ നമുക്കൊരു അയൺ ഫാം, ഞാൻ പറഞ്ഞില്ലേ കാര്യം, ഞാൻ ഈ വീഡിയോ പറഞ്ഞു കാണത്തില്ല, നമുക്കൊരു ഫാമുകളൊക്കെ പണിയണം. നമുക്ക് 20 ഫാമുണ്ട്, ഓട്ടോമാറ്റിക് ഫാം. നമ്മൾ സൂക്ഷിച്ചേണ്ട വീഡിയോയിൽ ഞാൻ കണ്ടതാണ്. 20 ഓട്ടോമാറ്റിക് ഫാമും ബാക്കി 5 മാനുവൽ ഫാമുകളും ഉള്ളത്. കാരണം പിന്നെ വുഡ് ഫാമൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ എന്താ പറയുക മാനുവൽ ഫാമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പൊസിഷനിൽ വീട് വെക്കാൻ നോക്കുക. ഇത് ഇവിടെ ആയിട്ടൊരു സ്റ്റാർട്ടർ ബേസ് തുടങ്ങാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഈ പൊസിഷനിലായിട്ട് 150 ബ്ലോക്ക് ദൂരെയാണ് നമ്മൾ വില്ലേജിൽ നിന്ന് അല്ലേ. നമുക്ക് ഇവിടെ ആയിട്ടൊരു വീടൊക്കെ പണിയുക. അപ്പം ഞാനിപ്പോൾ വീട് പണിയുന്ന കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഗാകാൻ സാധ്യതയുണ്ട് വീഡിയോ. അപ്പം ഞാൻ വീട് പണിത് ഒരല്പം അകത്തോട്ടൊക്കെ കയറിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ വീട്. അപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡും ചെറിയ പ്രശ്നമുണ്ട്. എന്താ പറയുക, ഞാൻ മൊബൈൽസിന് സ്ക്രീൻ റെക്കോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്ക് മേടിച്ചുകൊണ്ട് ഞാനിപ്പം ഈ മൊബൈൽസിൽ മൈക്ക് റെക്കോർഡിങ് ഓഡിയോ അങ്ങനെ ഓഡിയോ സോഴ്സ് അതില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ റെക്കോർഡറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. നമുക്ക് വീട് പണിതിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ഫർണസൊക്കെ വേണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വില്ലേജിൽ നിന്ന് തന്നെ എല്ലാം എടുക്കണം. അല്ലെങ്കിൽ ഞാൻ വില്ലേജിൻ്റെ സ്മിത്തിൻ്റെ വീട്ടിൽ ഒരു ചെറിയ ഫർണസ് 2-3 ഫർണസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാനത് എടുക്കുന്നില്ല. ഞാൻ തന്നെ ഒരു ഫർണസ് പണിയാൻ ഓർത്തു. എന്തായാലും എൻ്റെ അടുത്ത് 2 ടോർച്ചേ ഉള്ളൂ ഗൈസ്. അതവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ വീടിൻ്റെ അകം. ഞാൻ ഇനിയും വരുന്ന വഴി ഇനി അപ്ഗ്രേഡ് ചെയ്യും വീട്. ഒന്നെങ്കിൽ എനിക്ക് 2 പ്ലാനുണ്ട്. ഒന്നെങ്കിൽ ഞാൻ ഈ പൊസിഷൻ അപ്ഗ്രേഡ് ചെയ്യും. നൈറ്റ് ആയെന്ന് തോന്നുന്നു. ഈ പൊസിഷൻ അപ്ഗ്രേഡ് ചെയ്ത് ഇവിടെ തന്നെ ഒരു നല്ല വീട് പണിയാൻ നോക്കും. അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലം മാറ്റും. ഈ സ്ഥലം മാറ്റിയിട്ട് എൻ്റെ മുമ്പിൽ ആ ഒരു സ്ഥലം അപ്ഗ്രേഡ് ചെയ്യും. അതാണ് എൻ്റെ പ്ലാൻ. എന്തായാലും ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഗോൾ എന്നൊക്കെ പറയത്തില്ലേ, എന്തായാലും ഇന്നത്തെ ടാസ്ക് എന്ന് ഞാൻ പറയും. ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കൊരു, ഇപ്പം എൻ്റെ അടുത്തൊരു സ്റ്റോണിൻ്റെ പിക്കാക്സേ ഉള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പോൾ കുറച്ച് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം. പിന്നെ അതിന് ശേഷം എന്താ പറയുക, സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിട്ട് എന്തായാലും ഞാനിപ്പോൾ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാൻ ഒരു സ്ഥലം മൈനിങ്ങിന് വേണ്ടി ഞാൻ കണ്ടുപിടിക്കുകയാണ്. അപ്പം സ്ട്രിപ്പ് മൈനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എപ്പോഴും മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ ഇടാത്തതുകൊണ്ട് എനിക്ക് സൗണ്ടും അങ്ങനെ നാക്കൊന്നും വഴങ്ങുന്നില്ല. എന്ത് ചെയ്യാനാണ് ഗൈസ്. എന്തായാലും ഇനി തൊട്ട് ദിവസവും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇന്നിനിപ്പോൾ ഒരു വീഡിയോ ആയില്ലേ, നാളെ അടുത്ത ലെറ്റ്സ് പ്ലേ സീരീസൊക്കെ വരുന്നതായിരിക്കും. ചാർജ് എത്രയും നോക്കട്ടെ. കൊള്ളാം. ഞാൻ 72% റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് നോക്കി. അതാണ് പ്രശ്നം. എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ അമ്മയുടെ ഫോണിലാണ് ചെയ്യുന്നത്. എനിക്കൊരു ചേട്ടൻ ഒരു ഫോൺ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്ത് ഇനി ചോദിക്കണം. എനക്ക് ഒന്നുമില്ലാതിരിക്കുകയാണ്. എൻ്റെ ഒരു കസിൻ ചേട്ടനൊക്കെ ആയിട്ട് വരും. അപ്പോൾ പുള്ളി തരാമെന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പം ലാഗാകുന്നുണ്ട് വീഡിയോ ഒന്നും എനിക്കറിയാം. എന്തായാലും ഞാനിപ്പം ഇന്നത്തെ ഗോള് കണ്ടുപിടിക്കണം. അപ്പോൾ സൗണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ ഗൈസ്. എന്താ പറയുക, ഈ വീഡിയോക്ക് എന്തോ, ഈ ഗെയിമിന് സ്ക്രീൻ റെക്കോർഡിന് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ടച്ച് ചെയ്യുന്നിടത്തല്ല ടച്ച് ആവുന്നത്. എന്തായാലും ഇപ്പം ഇത്രയും മതിയാവും. 20 പോലെ. സ്ട്രിപ്പ് മൈനിങ്ങിന് നമ്മളിനി അയണിന് വേണ്ടി മൈൻ ചെയ്ത് അങ്ങനെ പോകത്തില്ല. അയൺ ഫാം കൂടെ റെഡിയാക്കും നമ്മൾ. അയൺ ഫാമിൻ്റെ വീഡിയോ നോക്കട്ടെ. അയൺ ഫാമിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ അയൺ ഫാം പണിതിട്ട് അതിനകത്തുള്ള ഇതൊക്കെ കാണിച്ചു തരാം. അയ്യോ, മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ഉണ്ടാക്കിയില്ല. എന്തുവാ, ക്രാഫ്റ്റിംഗ് ടേബിൾ. അത് നമ്മൾ മറന്നുപോയി. ഓക്കെ, ഇപ്പം തന്നെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഡ്രീം എന്ന് പറയുമ്പോൾ 1K ആണ് ഗൈസ്. അപ്പോൾ 1K അല്ലെങ്കിൽ ഒരു 500 സബ്ബെങ്കിലും എനിക്ക് എങ്ങനെയും ആകണം ഗൈസ്. ഇപ്പം എനിക്ക് 20 സബ്ബേ ഉള്ളൂ.
എനിക്ക് നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത്. അത് എൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട് ഗൈസ്. ഞാൻ അക്കോറത്തിൻ്റെ മേളിൽ ഫോൺ വെച്ചിട്ട് ഫുഡ് അടിക്കാൻ പോയി രാവിലത്തെ. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഫോൺ വെള്ളത്തിൽ അക്കോറത്തിൽ കിടക്കുന്നു ഡിസൈൻ പോലെ. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ മീനൊക്കെ നീന്തി പോകും. കാര്യം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വീട്ടിലെ പൂച്ച അക്കോറത്തിന് മേളിൽ നിന്ന് ചൊറിഞ്ഞിരിക്കുകയായിരുന്നു. ഓക്കെ. എന്നിട്ട് ഞാൻ എൻ്റെ മേളിൽ കൊണ്ട് ഫോൺ വെച്ച്. പിന്നെയാണ് മനസ്സിലായത് ഇവൻ ചൊറിഞ്ഞ് തള്ളി ആ ഫോൺ അക്കോറത്തിലിട്ടിട്ട് ആ ഫോൺ പോയി. അങ്ങനെ അത് നന്നാക്കാൻ പറ്റത്തില്ല. അതെന്തോ ഷോർട്ടാണ് മൊബൈൽ കിടക്കുന്ന ചേട്ടൻ പറഞ്ഞത്. ഓക്കെ. അങ്ങനെ ഞാനത് വിട്ട് 1 വർഷം. അതിനുശേഷം ഞാനൊരു പുതിയ ഫോൺ മേടിച്ച്. പുതിയൊരു ഫോൺ മേടിച്ചിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അക്കൗണ്ട് അകത്തോട്ടാക്കി. വലിയ കാര്യത്തിൽ ലെറ്റ്സ് പ്ലേ തുടങ്ങാൻ വേണ്ടി ഞാൻ അകത്തോട്ട് വീഡിയോ ഇടാൻ വന്നപ്പോഴേക്കാണ് ഞാൻ സത്യം മനസ്സിലാക്കുന്നത്. എൻ്റെ ചാനൽ ചത്തുപോയി. അതിനകത്ത് പിന്നെ വ്യൂസ് ചെയ്തൊന്നുമില്ല. ഒരു ഷോർട്ട്സ് ഇടുവാണെങ്കിൽ കൂടിപ്പോയ ഒരു എത്രയെന്ന് പറയാം, എന്താണ് ടച്ച് കൂടിപ്പോയ 7 വ്യൂസ്, അതിന് മേലെ കയറത്തില്ല. അങ്ങനെ വലിയ ഇതായിപ്പോ അല്ലെങ്കിൽ മൊത്തം ഇതാക്കിയേക്കാം. ഡയമണ്ട് ഉണ്ടാക്കുന്നവിടെ കാണിക്കാം. ഡയമണ്ട് ബ്ലോക്ക് വേണ്ടി. ഇനി നെക്സ്റ്റ് സീരീസിൽ ഞാനൊരു എന്താ പറയുക, ഇവിടെ പോവും, നെതറിൽ പോവും, അത് ഉറപ്പാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ നീ ഇവിടെ സ്റ്റോൺ ടൂൾസൊക്കെ നമ്മളിനി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, സ്റ്റിക്ക് ഉണ്ടാക്കിയില്ല. എൻ്റെ ആദ്യത്തെ ചാനലിൻ്റെ പേര് വെറും ഡ്യൂഡ് ബ്ലോഗർ എന്നായിരുന്നു. ഇപ്പോഴത്തെ ചാനലിന് ആ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇട്ട് കഴിയുമ്പോൾ തന്നെ 2K 1K വ്യൂസൊക്കെ കയറും. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡ്യൂഡ് ബ്ലോഗർ എന്ന് പറയുമ്പോൾ ഒരു ഗെയിമറിൻ്റെയൊക്കെ ഫോട്ടോ വരും. അപ്പോൾ ഒരു സ്റ്റോണിൻ്റെ സ്വാഡ് ഉണ്ടാക്കി, ഒരു പിക്കാക്സ് ഉണ്ടാക്കി, ഒരു ഷോവലുണ്ടാക്കി, ഒരു ആക്സ് ഉണ്ടാക്കി, ഒരു ഇത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങളുടെ സ്വന്തം ഡ്യൂഡ് ബ്ലോഗർ ടു സൈനിങ് ഔട്ട്.